ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു മസാല കപ്പലണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഈ കപ്പലണ്ടിയുടെ പുറത്ത് ഇങ്ങനെ കോട്ട് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മസാല കപ്പലണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. ചായക്ക് വെള്ളം വെച്ച് തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും കപ്പലണ്ടി റെഡി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ 1 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ച കപ്പലണ്ടിയാണ്, വറുത്തതല്ല. വറുത്തതാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത് വറുക്കാത്ത കപ്പലണ്ടിയാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് ഞാൻ 1/4 കപ്പ്, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം, 4 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പ് ഫുള്ളില്ല, ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. അതേ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, തരിയൊന്നും ഇല്ലാത്ത അരിപ്പൊടി. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ, ഒരു ടീസ്പൂൺ തന്നെ നിറയെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഗരം മസാലയുടെ പൊടി, ഏതായാലും കുഴപ്പമില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് കുഴഞ്ഞു പോവാത്ത രീതിയിൽ, ഏകദേശം വിട്ടുവിട്ടിരിക്കുന്ന രീതിയിലായിരിക്കണം. ഒരുപാട് കുഴഞ്ഞു പോകരുത്, കാരണം എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഏകദേശം ഇങ്ങനെ വിട്ടുവിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയിടാൻ പറ്റുന്ന പരുവത്തിൽ നമ്മളൊന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഇതിന് എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. കണ്ടോ, നമ്മൾ ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം കൂടി പോയത്, കുഴഞ്ഞിരിക്കും, എല്ലാം കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കപ്പലണ്ടി നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ഇതിലും വേഗത്തിൽ കഴിയും. ഇത് കുറച്ച് സമയം കൂടെ എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില വറുത്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.